ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ കോടിയുടുത്തല്ലോ ഉണ്ണിച്ചാടി മറിഞ്ഞല്ലോ കൂട്ടുകാരെ. Episode and the Onam special episode of Big Talks പവേർഡ് ബൈ സീസൺ സ്നാക്സ്. ഈ ചിപ്സ് കഴിച്ച് എന്റെ വായിൽ നിന്ന് സംസാരിക്കുമ്പോൾ ചിപ്സ് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, സീസൺ സ്നാക്സ്. and co-powered by പായസം. ഇത് കുറെ നേരമായി കുടിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഹാപ്പി ഓണം ഗൈസ്. അനീസിക്കയുടെ പാൽപ്പായസം കൊള്ളാം അല്ലേ? പാൽപായസം നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ സൗണ്ട് മോശമായിരുന്നു ഒരു പരക്കെ അഭിപ്രായം അതുകൊണ്ട് ഈ എപ്പിസോഡിൽ മൊത്തം ഭയങ്കര ഡിജിറ്റൽ ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. പിന്നെ നമ്മൾ കൂട്ടത്തിൽ കലബലക ശബ്ദമായിരുന്നു, ഒരുമിച്ച് സംസാരിച്ചു. 5000 വരുന്നതിന്റെ ആരാധകരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ഈ കണ്ണാട വെച്ചിരിക്കുന്നത്. അയ്യോ, അത് നമ്മൾ പറഞ്ഞില്ലല്ലേ? അയ്യോ, കണ്ണ് പഴുത്ത് ചീഞ്ഞളിക്ക, കണ്ണാടി മാറ്റാൻ പറ്റത്തില്ല. അതായത് എനിക്ക് കണ്ണികേടാണ്, കണ്ണുകടിയല്ല കണ്ണികേട്, കൺജങ്ക്റ്റിവൈറ്റിസ്. ഇവന് നിന്നോടുള്ള കണ്ണുകടി മാറാൻ വേണ്ടി ഇവനെ നമ്മൾ കണ്ണു ഡോക്ടറെ കൊണ്ട് കെട്ടിച്ചിട്ടും ഇവന്റെ കണ്ണുകടി മാറുന്നില്ല. മാധവൻ ഇടയ്ക്കിടയ്ക്ക് ഇത്രയും കൺജങ്ക്റ്റിവൈറ്റിസ് വരുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അല്ലേ? പുള്ളിക്കാരി എന്നും ആശുപത്രി പോകും. ഞാനും കല്യാണം കഴിഞ്ഞപ്പോ ഡോക്ടർ ഉണ്ടല്ലോ, ഇനി അതൊന്നും വരില്ല. ഇപ്പോൾ അവിടെ നിന്ന് എല്ലാ രോഗങ്ങളും ഡോക്ടർ അനുമതിയെപ്പോലെ കണ്ണ് ഡോക്ടർ ആയതുകൊണ്ട് ജോൺ ജോയ്ക്ക് കണ്ണ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും കിട്ടിയിട്ടുണ്ട്. പക്ഷെ പുള്ളിയുടെ അവസ്ഥ വെച്ച് പുള്ളി ഒരു ഗൈനക്കോളജിസ്റ്റ് ആവണമായിരുന്നു. അതല്ലേ പുള്ളിക്ക് കിട്ടാത്തത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അല്ല, എല്ലാ എപ്പിസോഡിലും ജോണിന്റെ ഭാര്യ കിട്ടും ഓരോന്ന് അടിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനം. ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഞാൻ എന്റെ ഭാര്യനെ ഇവിടെ കൊണ്ടിരുന്നു ഗസ്റ്റ് ആയിട്ട്. ഏറ്റവും ഫോണ്ട് ഓണം മെമ്മറി എന്താണ്? ഓണത്തിന്റെ ഏറ്റവും ഇത് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഒക്കെ ഒരു ടിവിയിലുള്ള പരിപാടികൾ ഭയങ്കര രസമുള്ള ഓണത്തിന്റെ അന്ന്. വലിയേട്ടൻ സിനിമയാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ ഓണത്തിന് അതായിരുന്നു. അന്ന് അതായിരുന്നു. പിന്നെ സദ്യ, ഓണസദ്യ ഭയങ്കര എനിക്ക് പറഞ്ഞു ഭയങ്കര രസമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പായസം. നമ്മൾ കഴിഞ്ഞ ഓണത്തിന് മഹാദേവന്റെ വീട്ടിൽ വന്നില്ലായിരുന്നു സദ്യ? ഓണം കഴിഞ്ഞിട്ടല്ലേ? ഓണത്തിനായിരുന്നോ? ഓണം കഴിഞ്ഞു. ഈ ഓണത്തിന് എല്ലാരും കൂടെ വീട്ടിലോട്ട് വിളിക്കണം നമ്മ പറഞ്ഞാ, ഞാൻ പിന്നെ നിങ്ങളോട് പറഞ്ഞാ ശരി വിളിച്ചാ വലിച്ചേറി വരുന്ന പറഞ്ഞില്ല. ഇല്ല, കണ്ടിന്യൂഷൻ ഇല്ല. അതെന്ത് കണ്ടിന്യൂസ് വന്നാൽ ഓണം എന്ന് പറയുമ്പോ സദ്യ തന്നെയാണ് എന്റെ മനസ്സിലാകുന്നത്. എനിക്ക് സിനിമയാണ്. അല്ല, ഞാനീ പറഞ്ഞ ടി വിയിൽ സിനിമ കാണുന്നത് ആ സമയത്ത് നമുക്കെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സാധാരണക്കാലം നമ്മളങ്ങനെ സിനിമയ്ക്ക് തിയേറ്ററിൽ പോയി കാണുന്നൊരു ശീലമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം, ചെയ്യിച്ചുകൊണ്ടിരുന്ന കാര്യം ഈ പറഞ്ഞ പോലെ കാണാത്ത സിനിമകൾ കുറേ കാണാൻ പറ്റും. അപ്പോൾ കൺഫ്യൂഷൻ, ഇതേത് കാണണം, നമുക്ക് ടെൻഷനാണ്. നമുക്ക് ഇഷ്ടമുള്ള ഇതിൽ ഒരേ 2 പടം ഒരേ സമയത്ത് അപ്പുറം ഇപ്പുറം വന്നു കഴിഞ്ഞാൽ ഏത് കാണും എന്നൊക്കെ ഉള്ളത്. പക്ഷെ പിന്നെ അങ്ങോട്ട് നമുക്ക് നെറ്റും ടെലിഗ്രാമും ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ നമുക്കിത് വലിയ കാര്യമുള്ള കാര്യമല്ലെന്നൊരു പ്രായമായപ്പോഴാണ്. അതായത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ പടങ്ങളായിരിക്കും വരുന്നത്. എനിക്ക് ഈ ഓണത്തിന്റെ സമയത്ത് ഞാൻ സാധാരണ മുണ്ടെടുക്കുന്ന ആളല്ല. ഞാൻ അന്ന് കാര്യമായിട്ട് മുണ്ടൊക്കെ എടുക്കും. പുതിയ മുണ്ടെന്നല്ല, അപ്പൻ്റെ മുണ്ടുള്ളത് എടുത്ത് കുറച്ചു നേരം പിള്ളേരൊക്കെ കൂട്ടുകാരൊക്കെ വീടിൻ്റെ അടുത്തുള്ളത് എല്ലാവരുടെയും വീട്ടിൽ പോകും. ഓണക്കോടി അങ്ങോട്ടും ഇങ്ങോട്ടും മേടിച്ചു കൊടുക്കുമല്ലോ. നമ്മളുടെ അങ്ങനെ പരിപാടിയില്ല. പെരുന്നാളിന് പോലും ഡ്രസ്സ് വാങ്ങിക്കാറില്ല. ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ ചെറുപ്പത്തിൽ പൂക്കളടലും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ അത് ഞാനും ചെയ്യുമായിരുന്നു. ഞാനും ചേച്ചിയും കൂടെ അത്തം തൊട്ട് 10 ദിവസമാണുള്ള തിരുവോണം. അപ്പം ആദ്യത്തെ ദിവസം 1 റൗണ്ട്, രണ്ടാമത്തെ നാളിൽ 2 റൗണ്ട്, അങ്ങനെ 10 ദിവസം ആകുമ്പോൾ തിരുവോണത്തിന് 10 റൗണ്ടില്ല. ഞാൻ അവിടെ പറഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ ആയിരുന്നു. അന്ന് പപ്പയും ഈ പറഞ്ഞ പരിപാടിക്കൊക്കെ കൂടും. ഓണത്തിൻ്റെ അന്ന് മാത്രമല്ല, അല്ലാണ്ട് മൊത്തം തുടങ്ങി തരുന്ന പരിപാടിയൊന്നുമില്ല. ഇതൊരു രസം. പൂക്കളൊക്കെ എടുത്തു കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് വാടും. മരക്ക് ഇതിനുള്ള കർത്താവ് ഇത്ര നേരം പണിയെടുത്തിരുന്നു വന്നു. പിള്ളേർ സ്കൂളിൽ ഓണം മറ്റേ അത്തപ്പൂ കഴിയുമ്പോഴത്തേക്ക് ബാക്കി പൂവൊക്കെ വരുന്നത് അതിനടിയൊക്കെ കിടന്നു അല്ലെ വാരിക്കൊണ്ട് വീട്ടിലൊക്കെ പോകും അത്തപ്പൂ ഇടാൻ വേണ്ടി. അനിസൊക്കെ മറ്റേ തല്ലിപ്പൊളിച്ച് കളയണല്ലേ. മറ്റേ മാർക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എടുത്തോ താഴെ വീണ് നിൽക്കാനല്ലേ പോയി. സ്കൂൾ ഓണം ശരിക്കും പറഞ്ഞാൽ സ്കൂൾ ഓണം സെലിബ്രേഷൻസ് ആണ്. സ്കൂളിൽ ഓണം വെക്കേഷൻ ഒരു വലിയ വികാരം. അല്ലെങ്കിൽ സ്കൂളിൽ പോകണം, ഭയങ്കര മടുപ്പാണ്. അതെ, ആ വെക്കേഷന് എപ്പോഴും ഓണം പരീക്ഷ, ഓണം വെക്കേഷൻ.
ഓണത്തിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത ഏറ്റവും മോശം ഓർമ്മ ചിലപ്പോൾ ഓണപരീക്ഷയായിരിക്കും അല്ലേ? ചില സമയത്തൊക്കെ ഇത് എന്തെങ്കിലും കാരണം കൊണ്ട് ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് പരീക്ഷ വെക്കും. അയ്യോ അതായത് ഞാൻ എഴുതേണ്ടി വന്നിട്ടില്ല അങ്ങനത്തെ. ഞാൻ ഇപ്പൊ പിള്ളേർക്ക് കാണാറുണ്ട് വെക്കേഷൻ കഴിഞ്ഞിട്ട് പരീക്ഷ എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റഡി ഹോളിഡേ അല്ലേ? അത് വീട്ടുകാർ മര്യാദയ്ക്ക് ഇരിക്കാൻ സമ്മതിക്കൂ. ഏതാ സമ്മർ വെക്കേഷൻ പഠിക്കാൻ വരുന്ന വീട്ടുകാരാണ്. എൻ്റെ അമ്മയൊക്കെ ഓണം സദ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ച കഴിയുമ്പോഴേ പറയും ഓണമൊക്കെ കഴിഞ്ഞു പഠിച്ചാന്ന് പറയും. ഉച്ച കഴിയുമ്പോഴേ സീനുണ്ട്. ഓണം പൂക്കള മത്സരം, അതുപോലെ തന്നെ മുണ്ടെടുത്ത് സ്കൂളിൽ പോകാൻ പറ്റുക, ഇതൊക്കെയാണ് ശരിക്കും ഓണത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഈ ഓണം സെലിബ്രേഷൻ വലിയ കാര്യമായിട്ടുള്ള സംഭവം ഇല്ല. എനിക്ക് പിന്നെ കോളേജിലൊക്കെ ഉണ്ടായിരുന്നു. കോളേജിൽ അറിയാലോ എല്ലാം നല്ല ആഘോഷങ്ങളായിരുന്നു. എന്റെ സ്കൂളിൽ എപ്പിസോഡിലും പറഞ്ഞ നല്ല ആഘോഷമാണ് കോളേജിൽ. സ്കൂളിൽ ഇതിനകത്ത് കരിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. വഴിയിലല്ലേ പായസം അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നപ്പോ വീണാണോ? ബദാമിന്റെ തൊലിയായിരിക്കും. അല്ല ബദാമാരിടുന്നു. ഇത് പുളിയലയാണല്ലോ. അല്ല പറഞ്ഞ പോലെ ഇതിലൊരു ഓട് ഉണക്കമുന്തിരി ഇട്ടിട്ടൊന്നും എന്റെ കയ്യിലുണ്ട് കുറെ ഉണക്കമുന്തിരി. അവനെ മൊത്തം കിട്ടിയെന്ന് ഒരു സൈഡിൽ കിടക്കുമായിരുന്നു മൊത്തം. കോളേജിലെ ഓണം സെലിബ്രേഷൻ ഇതുപോലെ നല്ല നല്ല ഓളത്തിലാണ് എല്ലാവരും. അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിലാണ് കൂടുതൽ ആമ്പിള്ളേരുള്ളത്. നമ്മുടെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഞങ്ങളുടെ അവിടെ മെക്കാനിക്കലൊന്നും ഇല്ല, കൂടുതൽ ആമ്പിള്ളേരുള്ളതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, വടംവലി, ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ അവിടെ ശ്രദ്ധയൊന്നുമില്ല. നമ്മള് പുഷ്പം പോലെ അടിക്കും. എന്താന്ന് വെച്ചാൽ വടംവലിക്ക് ഇത്ര പിള്ളേരില് കരുത്തന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ ഉറിയടി. പക്ഷെ എല്ലാത്തിനും തകിടം മറിക്കാൻ മദ്യത്തിന് സാധിക്കില്ല. വടംവലിയൊക്കെ ഒരു കണക്കിന് പിടിച്ച് വലിക്കാം. ഞങ്ങളുടെ ഉറിയടിക്ക് ടീം വിസിലടിച്ച് 3-4 സെക്കൻഡിനുള്ളിൽ ഞങ്ങളുടെ ടീം മുകളിലെത്തി. പക്ഷെ മുകളിലെത്തിയപ്പോഴാണ് ഉറി ഇവിടെയും ഞങ്ങളുടെ ഏറ്റവും മുകളിൽ നിങ്ങളെ നോക്കുമ്പോൾ ഉറി അവിടെയാ. അവസാനം അവിടെ നിന്ന് ചെരുപ്പിടുത്ത് പറഞ്ഞു. അവസാനം ഞങ്ങളെ തോറ്റു. കോളേജ് ഓർമ്മകളൊക്കെ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഓർമ്മകളാണ്. നമ്മളെ തിരുവനന്തപുരത്ത് കാര്യവട്ട യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു. എഞ്ചിനീയറിംഗ് സമയത്താണ് ഈ ഓർഗനൈസേഷനൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലേ വരും. അപ്പോൾ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഒരു ഐഡിയ വന്നു. അതായത് കഴക്കൂട്ടത്ത് നിന്ന് പൂ എടുത്താൽ ഭയങ്കര നഷ്ടമാണ്. തോവാളയാണ് പൂ മാർക്കറ്റ്, തമിഴ്നാട് തോവാള. അപ്പൊ തോവാളെ പോയി പൂ എടുത്ത ലാഭം ഏതാ ക്ലാസ്സിനകത്ത് പൂ ഇടാൻ വേണ്ടി. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവും. പരിപാടി ആദ്യത്തെ വർഷം സെക്കൻഡ് ഇയറിൽ പോയിട്ട് അടിപൊളി അറിയില്ലടാ നമുക്ക്. സെക്കൻഡ് ഇയറിൽ തോവാളെ പോയിട്ട് പൂ എടുത്തിട്ടുണ്ട്. പിന്നെ ക്ലാസ് മൊത്തം ശരിക്കും ലാഭമാണ്. കഴക്കൂട്ടത്ത് വാങ്ങിനേക്കാൾ ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒരു ക്ലാസിന്റെ ആവശ്യത്തിന് പോയിട്ട് ലാഭം ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത വർഷം ആയപ്പോഴത്തേക്ക് നമുക്ക് ലാഭം. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാ ബാച്ചുകാരും കൂട്ടി ഒരുമിച്ച് കാർക്ക് വിളിച്ച തോളെ പോയി തലേന്ന് ഉറക്കം ഉളച്ചിരുന്ന് പൂ മാർക്കറ്റിൽ പോയി പൂവ് എടുത്തിട്ട് ചിലപ്പോൾ പൂ മറ്റേ അവരുടെ തോട്ടത്തിലൊക്കെ പോയി വില പേശിയൊക്കെ പൂവ് വാങ്ങിച്ചിട്ടുണ്ട്. വെളുപ്പിനെ പോകുന്നത് അന്ന് ഓണം സെലിബ്രേഷൻ നമ്മൾ തലേന്ന് രാത്രി പോകും. എന്നിട്ട് വെളുപ്പിനെ അവിടെ ചെന്ന് അവിടുത്തെ മാർക്കറ്റ് ഓപ്പൺ ആവും. അവിടെ സാധനം മൊത്തം പറയും. അപ്പുറത്തെ കോളേജിൽ ചിലപ്പോൾ സെക്കൻഡ് ഹാൻഡ് മേടിക്കും. അപ്പുറത്തെ കോളേജിൽ പോയിട്ട് നിങ്ങളുടെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വെക്കാം നമുക്ക്. അപ്പൊ ഇതെടുത്ത് അങ്ങോട്ട് വെച്ചാൽ മതിയല്ലോ. ഡിസൈൻ അടക്കം മേടിക്കും. അങ്ങനെ പൂ മാർക്കറ്റ് തോവാളെ പോയതൊരു വലിയ മെമ്മറി ആയിരുന്നു ഓണ സമയത്ത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഉടായ്പ കാണിക്കാനാണ് ഞാൻ എറണാകുളത്ത് ആദ്യമായിട്ട് വരുന്നത്. ഇതിനായിരുന്നു നമ്മളൊരു 4 കൂട്ടുകാർ കൂടിയിട്ട് ക്ലാസ്സിൽ നിന്ന് പിരിവിട്ടിട്ട് നമുക്ക് ഒരുമിച്ച് ഒരേ ഷർട്ട് ഇടുന്ന പരിപാടി ഉണ്ടല്ലോ. പറഞ്ഞോ ഒരേ ഷർട്ട് ഇടുന്ന പരിപാടി ഉണ്ടല്ലോ ഓണം സെലിബ്രേഷന്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ എടുക്കുവാണ് ഓരോ ഷർട്ടിന് 700 രൂപ ഒരു ആവറേജ് റേറ്റ്. ഇവരുടെ സമയത്ത് അത് വരണേ ഒരേ ഷർട്ട് ഇടല്. നമ്മളെല്ലാ ദിവസവും യൂണിഫോം ഇട്ട് മടുത്തിട്ട് വേറൊരു ദിവസം പ്രേമം ഇറങ്ങിയ വർഷത്തിന് ശേഷം ഈ ബാക്കി തമിഴന്മാരെല്ലാവരും ഓണം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും കറുത്ത ഷർട്ടും. ഞാൻ +1 പഠിക്കുമ്പോഴാണ് ശരിയാ ഞാൻ +1 പഠിക്കുമ്പോൾ കണ്ട പ്രേമം ഇറങ്ങണം. അപ്പം ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്തായിരുന്നു ഈ അപ്പൊ പിന്നെ മറ്റേ കോമ്പറ്റീഷൻ പോലെയൊക്കെ ഉണ്ട്. അതായത് എല്ലാ ക്ലാസ്സുകാരും ഒരേ ഇതായിരിക്കും. അപ്പം ഏറ്റവും കിടിലം ഷർട്ട് ഇട്ടേക്കണം അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇച്ചിരി ഷോ കളിച്ച് നിൽക്കുന്ന ടീംസ് ആണ്. പ്രേമമായിരുന്നപ്പോൾ എല്ലാവരും കറുപ്പായിരുന്നു. അതുകൊണ്ട് കോളേജ് മൊത്തം ഒരു കളറായിരിക്കും. നമ്മളങ്ങനെ ആ ഒരു സ്കാമിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എറണാകുളത്ത് വരുന്നത്. കാരണം നമ്മൾ 4 പേരുടെ പിള്ളേരുടെ നിന്ന് കാശ് മൊത്തം പിരിച്ചിട്ട് ഇവിടെ എറണാകുളത്ത് പെൻഡാമേനകയിൽ വന്നിട്ട് ഷർട്ട് മേടിച്ചു. അപ്പോൾ സാധാരണ ഒരു ഷർട്ടിന് 700 രൂപയൊക്കെ ആവുമല്ലോ. അപ്പം നമ്മൾ പറഞ്ഞ് ലാഭമായിരിക്കും ഇത്രയും ബൾക്കായിട്ട് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടെന്ന് വെച്ചാൽ ഒരു സ്മോള് മീഡിയം ലാർജ് എന്നുള്ള 3 ഷർട്ടിൻ്റെ ഒരു സെറ്റ് കിട്ടും.
അപ്പം ഒരു ഷർട്ടിന് ഒരു 300 രൂപയ്ക്ക് ആകത്തുള്ളൂ. നമ്മൾ അതിന് ഷർട്ട് മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ലുലുവിൽ പോയി ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കഴിക്കണേ. എന്നിട്ട് നമ്മൾ പോയി കാര്യമായിട്ട് ഫുഡ് കഴിച്ചപ്പോൾ കാശത്തൊക്കെ ആയി. എന്നിട്ട് ഒരുത്തെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഇട്ടു. എന്നിട്ട് പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയിട്ട് പറഞ്ഞു ഷർട്ടിന് പൈസ കഴിഞ്ഞില്ല കേട്ടോ, ഇവൻ കയ്യിൽ നിന്ന് ഇട്ടതാ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെയും കുറച്ചുകൂടെ പിരിച്ചു നമ്മുടെ ഫുഡിൻ്റെ ചിലവ് മാറ്റാൻ. അങ്ങനെയുള്ള ക്ലാസ് മൊത്തം ഞാൻ ജിയോളജി ആയിരുന്നു. നമ്മൾ ക്ലാസ്സിൽ 15 പിള്ളേരുള്ളായിരുന്നു, 9 പേര്. ഞങ്ങളുടെ കൂട്ടുകാരുടെ പെൺപിള്ളേരെ ഒന്നെങ്കിൽ സെറ്റ് സാരിയോ അല്ലെങ്കിൽ ആ ഒരു വൈറ്റ് ഈ മറ്റേ അതിനോട് മാച്ച് ചെയ്യണം എന്തെങ്കിലും. ഞാൻ ഇതുവരെ ഒരു ക്ലാസ്സിലും പഠിച്ച എല്ലാ ക്ലാസ്സിലും ആൺപിള്ളേർ ഭയങ്കര കൂടുതലായിരുന്നു. ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള എല്ലായിടത്തുണ്ടായിരുന്നു. ഞാൻ മെക്കാനിക്കൽ പഠിച്ച 2 പെണ്ണുങ്ങളും 158 ആണുങ്ങളും. ഞാൻ MSc പോകുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ 2 പെണ്ണുങ്ങളെ ഉള്ളായിരുന്നു, ബാക്കി മൊത്തം ആൺപിള്ളേർ ഒരു 16 പേരെന്തോ. കാരണം എന്താ, ആ ഒരു ഫീൽഡിൽ കുറച്ചുകൂടെ ഫിസിക്കൽ വർക്ക് ഉണ്ടെന്നല്ലോ. പക്ഷെ അല്ല, ഞാൻ MSc ചെയ്ത് കുറച്ചുകൂടെ ഫിസിക്കൽ വർക്ക് കുറവുള്ള സാധനം എനിക്കറിയത്തില്ല. അത്ര കുറച്ച് റയർ സാധനമാണ് ജിയോ ഇൻഫർമാറ്റിക്സ്. എനിക്കറിഞ്ഞൂടാ മെക്കാനിക്കൽ എന്താണ് പെണ്ണുങ്ങൾ എടുക്കാത്തതെന്നുള്ള. അത് കൂടുതലും അങ്ങനത്തെ ഫീൽഡല്ല വർക്ക് വരുന്നത്. ഒരു ഫീൽഡും ഇല്ല. എന്തോന്ന് ഫീൽഡ്? ഞാൻ മെക്കാനിക്കൽ എന്ന് പറഞ്ഞ മെക്കാനിക്കൽ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്തത്? ഒരു ഫീൽഡിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് എടുത്താൽ മതി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഫസ്റ്റ് ഇയർ IIT പോയപ്പോ ഇതിന്റെ ഒരു സൈഡ് ഊരി തരുമോ? ഈ കണ്ണി നിർദ്ദേശം തുടങ്ങിയിട്ടുണ്ട്. ഈ പായസം തീരും. അപ്പൊ ഞാൻ ക്ലാസ്സിൽ ഉണക്കമന്തിരി ഉണ്ട് ആവശ്യത്തിന് കിട്ടുന്നത്. ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയർ പോയപ്പം ഞാൻ കെമിക്കലായിരുന്നു. അപ്പൊ അതിൽ പിന്നെ പെണ്ണുങ്ങളുണ്ട്. കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പൊ അതില് സെക്കൻഡ് ഇയറിലല്ലേ? അപ്പൊ അതില് പെണ്ണുങ്ങളുണ്ടായിരുന്നു. വലിയ ഉപകാരം. ഞാൻ പറഞ്ഞപ്പോ ഒരാൾ താഴെ നിന്ന് ചിപ്സ് വെറുക്കുന്നുണ്ട് ഒരു ചിരി നോക്കിയിട്ട്. എടാ പണിയെടുക്കണോ? അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ഫസ്റ്റ് ഇയർ വർക്ക്ഷോപ്പിലൊക്കെ. അപ്പോൾ എൻ്റെ കൂടെ 2 പെണ്ണുങ്ങളുണ്ടായിരുന്നു. 2ഉം ആന്ധ്രക്കാരായിരുന്നു. അവര് ഭയങ്കര ബിൽഡ് പെണ്ണുങ്ങളായിരുന്നു. അതായത് ഭയങ്കര എന്നുവെച്ചാൽ ഭയങ്കര സ്ട്രെങ്ത് ആയിരുന്നു. അവർക്ക് ഭയങ്കര പവർ ആയിരുന്നു. ഭയങ്കര ഫുൾ അവര് നല്ല സ്ട്രോങ് ആയിരുന്നു. നമ്മളൊക്കെ ഭയങ്കര വീക്ക് ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തടിയുണ്ടെന്നേ ഉണ്ടായിരുന്നുള്ളൂ, സ്ട്രെങ്ത് ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പം ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ഇയർ ലേത്ത് വർക്ക്ഷോപ്പിലൊക്കെ പിടിച്ചോണ്ടിരുന്ന പെണ്ണുങ്ങളായിരുന്നു. അതായത് മെഷീൻ പിടിച്ചിരുന്ന ഓപ്പറേറ്റ് ചെയ്തോണ്ടിരുന്നതും ഒക്കെ അവരായിരുന്നു. ഞാൻ എന്റെ പിടിച്ചോണം അല്ല, ഞാനാണെങ്കിൽ അന്നും പണിയെടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് ഓണമായിട്ട് ഏറ്റവും ഒരു ഓർമ്മ എന്ന് വെച്ചാൽ, അപ്പൊ നമ്മുടെ ബാച്ചില് നമ്മുടെ എഞ്ചിനീയറിംഗിൽ പെണ്ണുങ്ങൾ കുറവാണല്ലോ. നമ്മുടെ മൊത്തം IIT-യിൽ BTech 900 സ്റ്റുഡൻസിൽ ആകെ 50 പെണ്ണുങ്ങൾ അങ്ങനെ എന്തോ ഉള്ളൂ. എല്ലാം കൂടെ കൂട്ടിയിട്ട് അതിലൊരു 25-30 ബയോടെക്കിൽ കിടക്കുകയാണ്. ബാക്കി 20 പേര് ഫാക്കൽറ്റീസ്. ബാക്കി 20 അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഈ പായസത്തിൽ മുന്തിരിങ്ങ ഇടുന്നതല്ല അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമുക്കപ്പോ ഹ്യൂമാനിറ്റീസ് ഉണ്ട്. ഹ്യൂമാനിറ്റീസിൽ മൊത്തം മലയാളികളാണ്. അർഷദ് ഉണ്ടായിരുന്നു. ഹ്യൂമാനിറ്റീസിൽ 2:1 ആണ് സെക്സ് റേഷ്യോ. അതായത് 2 പെണ്ണുങ്ങൾക്ക് 2 പെണ്ണുങ്ങൾക്ക് അതായത് ബാച്ച് സൈസ് 40 ആണെങ്കിൽ അതില് 30 പെണ്ണുങ്ങളായിരിക്കും. അങ്ങനെ കൂടുതൽ പെണ്ണുങ്ങളാണ്. ഓണം എന്ന് പറഞ്ഞ അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരു സെക്കൻഡ് ഞാൻ തേർഡ് ഇയറിൽ എന്തായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഇയറിൽ വന്ന ഒരു കുട്ടിയായിട്ട് എനിക്ക് ഭയങ്കര കട്ട ക്രഷ്, ഒരു രക്ഷയില്ല, ഭയങ്കര ക്രഷ്. മലയാളിയായിരുന്നു. അങ്ങനെ അപ്പോൾ പിന്നെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതുകൊണ്ട് നമ്മുടെ അവിടെ കേരള കലാസമിതി എന്ന് പറഞ്ഞിട്ട് മലയാളികളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ മലയാളികളിൽ BTech കുറവാണെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷനിലും PhD-യിലോ കുറേ മലയാളികളുണ്ട് IIT മദ്രാസ്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ചേർത്ത് ക്യാമ്പസിൽ ഒരു 600 മലയാളികൾ വരുമായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഓണം ആഘോഷിക്കും. അതാണ് കേരള കലാസമിതി. ഇങ്ങനെ ഓണം ആഘോഷിക്കണം. അപ്പോൾ അതിൽ ഞാൻ ആങ്കർ ചെയ്തു. എൻ്റെ കൂടെ ആങ്കർ ചെയ്ത മറ്റേ പെൺകുട്ടിയാണ്. അങ്ങനെയാണ് എനിക്ക് ഇൻട്രൊഡക്ഷൻ കിട്ടിയത്. അപ്പോൾ ആ ഓണം മൊത്തം ആ ഒരു വർക്കായിരുന്നു എനിക്ക്. അതങ്ങനെ വന്നതാണോ അതോ പ്ലാൻ ചെയ്തതാണോ? പ്ലാൻ ചെയ്തു, ഡെഫിനറ്റ്ലി പ്ലാൻ ചെയ്തു. അതെ, ഡെഫിനറ്റ്ലി അങ്ങനെ പ്ലാൻ ചെയ്തിട്ട്. അപ്പോൾ സാരിയിലൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു കുറച്ചുകൂടെ ക്രഷ്. ഞാനങ്ങനെ
ഇത് 2013. എന്നിട്ട് നീ പ്രപ്പോസ് എന്നിട്ട് ആ ക്രഷ് എവിടെ കൂടിയത്? കടച്ചു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പോയി. പക്ഷെ നമ്മള് നല്ല ഫ്രണ്ട്സായി. നിനക്ക് എന്നുള്ള ഡേറ്റിങ്ങിന് പോയ ഫ്രണ്ട്സ്, ക്രഷ് ഫ്രണ്ട്സ്, ഒരു ബമ്പിൾ ആപ്പ് ഫ്രണ്ട്സിന്റെ ഫേസ്ബുക്കില് ബമ്പിൾ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഇപ്പൊ ഒരു 10 ഫ്രണ്ട്സിനെ കൂടെ കിട്ടും അല്ലേ? എല്ലാ എപ്പിസോഡിലും എന്തെങ്കിലും പറ്റി ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയാൻ വന്ന നാളെ താഴെ കൂടെ ഓയില് പോവും. നീ മതി. ഇനി നീ എന്തെങ്കിലും പറ, ആ. ഓണത്തിനെ പറ്റി പറ, ഓണത്തിനെ പറ്റി. മാവേലിനെ പറ്റി അപ്പൊ നമ്മുടെ കഴിഞ്ഞപ്പോ എണ്ണ വരും. നമ്മുടെ ഇത് വേറൊരു സംഭവം നടന്ന വെച്ചാൽ കേരള കലാസമിതിയില് അപ്പൊ ഹ്യൂമാനിറ്റീസിൽ പഠിക്കുന്നവര് നല്ല പൊളിറ്റിക്കലി അവെയറും ആക്റ്റീവും ആൾക്കാരൊക്കെയാണ്. അപ്പൊ അവരിതേപോലെ ഓണം ഭയങ്കര അധികം ഒരു ഹിന്ദു ഫെസ്റ്റിവൽ ആക്കാതെ കേരളത്തിന്റെ ഫെസ്റ്റിവൽ ആക്കണം എന്നുള്ളൊരു സാധനം വന്നു. അവിടെ അങ്ങനെയാണോ? ഹിന്ദു ഫെസ്റ്റിവലാണോ? കേരളത്തിൽ അങ്ങനെയല്ലല്ലോ. നമ്മുടെ പ്രാക്ടീസസ് കുറച്ച് ഹിന്ദു ലീനിങ് തന്നെയാണല്ലോ ഓണം. അങ്ങനെ നമ്മുടെ ഒരു ഓണത്തിന് നോൺ വെജ് വരണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര അടിയുണ്ടായിട്ടൊക്കെ ഉണ്ട്. അതായത് ഓണത്തിന് നമ്മുടെ ഒരു ഫംഗ്ഷനും വിളക്ക് കത്തിക്കരുത്, വിളക്ക് കത്തിക്കുന്ന ഒരു ഹിന്ദു പ്രാക്ടീസ് ആണ്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണ ഓണമാണ്. കാരണം ഓണമാണ് ഏറ്റവും വലിയ ഫെസ്റ്റിവൽ. ഇക്ക വേണേ ഇത് ഇങ്ങോട്ട് കിടന്നു. അങ്ങനെ ചെറിയ അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഡ്രങ്ക് മാവേലി സ്കെച്ചിലെ നായകനായ ജോൺജോ ആണ്. അതെ, ഈ അവസരത്തിൽ നിങ്ങളെല്ലാരും യൂട്യൂബ് ചാനലിലുള്ള ഡ്രങ്ക് മാവേലി, അത് ആക്ച്വലി ഒരു നല്ല സാധനമാണ്. അതായത് മാവേലി എന്നുള്ളൊരു ഫിഗർ, ഇപ്പം നമ്മൾ കാണുന്നൊരു മാവേലി എന്നുള്ളൊരു സാധനം എങ്ങനെയാണ് വന്നേ എന്നുള്ളൊരു സംഭവം, അത് പഴയൊരു അസുരനായ മാവേലിനെ വളരെ വേറൊരു രീതിയിലാണ് നമ്മളെ മാർക്കറ്റിംഗ് ഏജൻസികൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് ഈ കൊക്കോകോളയുടെ പരസ്യം പറഞ്ഞ പോലെ, കൊക്കോകോള സാന്താക്ലോസിനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ കാണുന്ന മാവേലി കുറെ മാർക്കറ്റിംഗ് ഭാഗമായിട്ട് നീ തലാട്ടൻ എന്തെങ്കിലും പറയടാ. മധുരം കേറിയിട്ട് അല്ലേ? ഷുഗർ 330 ഇപ്പം. ഈ എപ്പിസോഡിന്റെ താഴെ ഡ്രങ്ക് മാവേലിയുടെ ലിങ്ക് ഇടുന്നതായിരിക്കും. അതൊന്നുമില്ല, അത്രയ്ക്കൊന്നുമില്ല. അതല്ല ഞാൻ പറയാവുന്നത്. കഴിഞ്ഞ നിങ്ങൾ ഇതുപോലെ കുട്ടന്റെ 3-ാം ചലന നിയമം പറഞ്ഞിട്ട് ഞാൻ ഈയിടെ വെറുതെ അവസാനം കണ്ടപ്പോഴത്തേക്ക് കയറി നോക്കിയപ്പോഴത്തേക്ക് പോഡ്കാസ്റ്റ് കണ്ടിട്ട് വന്നവരുണ്ടെന്ന് വെച്ചിട്ട് 3 പേര് ഇത് കയറി കണ്ടിട്ടുണ്ട്. അല്ല, ഓണം എന്ന് പറയുന്നത് തന്നെ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആണ് അല്ലേ? വളരെ ഓണത്തിന് കുറെ ആ കാണം വിറ്റ് ഓണം. കേരളത്തിലെ സമൃദ്ധിയുടെ ഒരു ടൈമാണ് അത്. അതായത് നമ്മുടെ നാട്ടില്, അതായത് കർക്കിടകത്തില് പഞ്ഞം കഴിഞ്ഞിട്ട് കൊയ്ത്തും ആൾക്കാരുടെ കയ്യിൽ കാശും സാധനങ്ങളും നെല്ലും സാധനങ്ങളെല്ലാം. എല്ലാ ആഘോഷങ്ങളും അങ്ങനെ, വിഷുവും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളുടെ ഇത് തന്നെയല്ലേ അല്ലേ? വിഷു എന്തായിരുന്നു? വിഷുവും കൊയ്ത്ത് ഫെസ്റ്റിവലാണ്. വിഷുവാണോ ഇനി കൊയ്ത്ത് ഫെസ്റ്റിവൽ? കാണം വിറ്റോണം എന്ന് പറയുമ്പോൾ ഈ ഡാർക്ക് സാധനം കർക്കിടകം കഴിഞ്ഞതിന്റെ ആഘോഷമാണോ? തോന്നുന്നുണ്ട്. ഇങ്ങനെയുള്ള അടിക്കാൻ പറ്റൊരു സാധനമുണ്ട്. നിങ്ങൾ കമന്റ് ചെയ്യൂ. ബേസിക്കലി കഴിക്കുക എന്നുള്ളതാണ്. അല്ല, അത് തന്നെയാണല്ലോ. ബിജുമനാണ് അണ്ടി തീർന്നു ദിലീപ് ഇങ്ങനെ എണ്ണി കൊടുക്കുന്നത് ഇനി എനിക്ക് തരുന്നത്. അങ്ങനെ അങ്ങനെയൊക്കെ തന്നെ. ഓണം കഥകൾ പറയാൻ വേണ്ടി ആരുടെ ഐഡിയ ആയിരുന്നു ഓണം കഥകൾ പറയാൻ? അല്ല, ഇത് ഓണം എപ്പിസോഡ് ആയതുകൊണ്ട് നമ്മൾ ഓണമല്ലേ, ഓണത്തിന് നമ്മൾ പിന്നെ ഓണത്തിന് നമ്മൾ മൈൻഡ് ചെയ്യാതെ വേറെ എന്തെങ്കിലും സാധനം നമുക്ക് ആകെ കിട്ടിയൊരു ഐഡിയ എന്ന് വെച്ചാൽ കാണം വിറ്റ് ഓണം ഒരു അഹങ്കാരത്തിൽ ഇരുന്നതാണ്. ഓണത്തിന് ആരെങ്കിലും സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടോ? സദ്യ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ സദ്യ ഉണ്ടാക്കിയല്ലോ. ചോറും പരിപ്പ് കറിയും പപ്പടവും അച്ചാറും മിനി പായസം, മിനി ഓണം. മിനി ഓണം വേറെ അല്ല. ഈ പറഞ്ഞ പോലെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു പരിപാടിക്ക് ആകെ ആ വാഴല വെട്ടണ സമയം അമ്മമ്മോനെടാ 4 വാഴല വെട്ടിയിട്ട് വന്നെന്ന് പറയുമ്പോൾ മാത്രമേ നമ്മുടെ സഹായമുള്ളൂ. അല്ലാണ്ട് ഒരു കറിക്കരിയല്ലോ ഒരു പരിപാടിക്ക്. അങ്ങനെയാണോ? അല്ലല്ല, ഞാൻ അങ്ങനെയല്ല. അല്ല, ഞാൻ ഇങ്ങനെയാണ്. ഞാൻ അങ്ങനെയല്ല എന്നല്ല. ഇപ്പൊ കൊറേ മാറിട്ടോ. ഇപ്പൊ മധുരയിലൊക്കെ പോയ ഞാനുണ്ടല്ലോ. അതെന്താ അറിയാം, ആളുകൾക്ക് ഭാര്യയും അമ്മയും രണ്ട് എൻറ്റിറ്റിയാണ്. അതുകൊണ്ടാണ് അമ്മയുടെ അടുത്ത് നമുക്ക് എന്തും ആവാം. അമ്മേനെ ഇംപ്രസ് ചെയ്യണ്ടല്ലോ. ഭാര്യ അങ്ങനല്ല. ഭാര്യ നമ്മുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൻ തെറ്റിക്കും, താളം തെറ്റും, കണ്ണിടിച്ച് കലക്കും. അതാണ് സംഭവം. അടുക്കളയിൽ നിന്നൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ടല്ലോ. ചില സമയത്ത് ഈ ചീനച്ചട്ടി ചൂടുള്ളതൊക്കെ മുഖത്ത് കൊണ്ട ഭയങ്കര കടി കാച്ചി എണ്ണയൊക്കെ മേത്ത് വേണം.
ഈ ഓണത്തിന് ഈ നമ്മുടെ ഈ കുടുംബക്കാരെയൊക്കെ വിളിക്കേണ്ട ഒരു സംഭവം ഉണ്ടല്ലോ, എന്തിനാ? വിഷ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും മെയിൻ പരിപാടി ഫോർവേഡ് മെസ്സേജ് സാധാരണ ആൾക്കാർ ഓണത്തിന് കൂടാറുണ്ട്. ഇപ്പൊ സമയത്തൊക്കെ നമ്മളിങ്ങനെ 5-6 വർഷം ഇത് അമ്മൂമ്മയുടെ അവസാനത്തെ ഓണമാണെന്ന് പറഞ്ഞാൽ തുടർച്ചയായി 10 വർഷം അമ്മയുടെ അവസാന ഓണത്തിന് വേണ്ടി തറവാട്ടിൽ ഒത്തുകൂടുന്ന ഒരു കുടുംബമായിരുന്നു. അതെ, അപ്പൊ അങ്ങനെ നമുക്കൊരു ഓർമ്മയുണ്ട്. അതായത് ഓണം എന്ന് വെച്ചാൽ അല്ല, ഓണം എന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരു ഫെസ്റ്റിവലാണ്. അപ്പൊ ആൾക്കാർക്ക് എത്തിയില്ലെങ്കിൽ നമ്മൾ വിളിക്കും, ഏതെങ്കിലും ഒരാൾ ഇൻവൈറ്റ് ചെയ്യും. അതായത് ഇന്ന് ഓണസദ്യ എന്റെ വീട്ടിൽ നിന്നാണെന്നുള്ള. എനിക്ക് തോന്നുന്നു ആൾക്കാർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അല്ല, അതായത് സ്പ്ലിറ്റ് ആയി പോകണമല്ല, ആ കല്യാണം കഴിച്ച കപ്പിളിന് ഭയങ്കര പ്രശ്നമായിരിക്കും. അവർക്ക് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഉണ്ണണം, അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഭാര്യയുടെ വീട്ടിൽ വരണം. ആ ഒരു സാധനമുണ്ട്, 2 സ്ഥലത്തും വരണം എന്നുള്ള സാധനമുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മളെ പൂരാടത്തിനാണ് മറ്റേ വീട്ടിലെ പൂജ. അപ്പോൾ ഉത്രാടം, തിരുവോണം, അപ്പം 3-ാമത്തെ ദിവസമല്ല. അപ്പോൾ അതുകൊണ്ട് അപ്പം ഈ എല്ലാവരും കൂടും, ഫുൾ ഫാമിലി കൂടും. ഇപ്പോൾ പൂജ പരിപാടി ചെയ്യേണ്ട, അതുകൊണ്ട് നമുക്ക് ആ ഒരു എല്ലാ വർഷവും ഓണം കുറച്ചുകൂടെ അടിപൊളിയാണ്. ഇയാൾക്ക് ഇത്ര നേരം ഒന്നും പറയാനില്ലല്ലോ. ഞാൻ പരീക്ഷയ്ക്ക് പോലും ഇത്ര ആലോചിച്ചിട്ടില്ല, പണ്ടാരൊന്നും കിട്ടാന്നിട്ട് എവിടുന്നേലും ഒപ്പിച്ചോണ്ട് ഓരോന്നുകൊണ്ട് പറയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല, അതുകൊണ്ട് മറ്റേ കടുക് വറുത്തതിൻ്റെ അകത്ത് ഓടും അല്ലേ. അവിടെ ഈ വീഡിയോ മറ്റേ പീക്ക് കാണിക്കും അല്ലേ. കടുക് വറുത്ത് വെച്ച് ഭാര്യ എറിഞ്ഞ ഭാര്യ കടുക് വറുത്ത എന്റെ എണ്ണയുടെ ചൂട്. അല്ല, ഞങ്ങളുടെ അവിടെ ഈ തെണ്ടി ഇതിലൊന്നും ഉണ്ടാവില്ല, വല്ലം പറ്റും കേട്ടോ. അല്ല, ഞങ്ങളുടെ അവിടെ നിർത്തിക്കോണം. ഞങ്ങളുടെ അവിടെ ഒന്നുമില്ല മൈൻഡ്. പറ നിങ്ങളുടെ ഓണം പറ. ഞങ്ങളവിടെ ഓണം നല്ല ഇതുപോലെ ആൾക്കാർ ഇവിടെ പെരുന്നാളിനാണ്, അമ്പ് പെരുന്നാൾ, സെബാസ്റ്റ്യൻ പുണ്യാളിന് അമ്പ് കൊണ്ട് ഇങ്ങനെ കിടക്കുമ്പോ ഞങ്ങൾ ആഘോഷിക്കും. അതിനെങ്ങനെ? അല്ല, അമ്പ് പെരുന്നാളാണ്. എന്താണ് സെബാസ്റ്റ്യൻ പെരുന്നാളിന് എന്ത് പറ്റി? അമ്പും സെബാസ്റ്റ്യൻ പുണ്യാളിനെ കൊന്നത് അമ്പ് ചെയ്തിട്ടല്ലേ കൊന്ന്? ആര് കൊന്നു? അതൊക്കെ ചോദിക്കല്ലേ, മരിച്ചവര് മരിച്ചു. നമ്മളിത് പറഞ്ഞിട്ട് പോലീസ് കേസായി എന്തിനാ പറഞ്ഞ ആവശ്യമില്ലാതെ. എനിക്കത് കാണുമ്പോ സന്ദേഹം പറഞ്ഞ സങ്കടം തോന്നും. ഈ മനുഷ്യൻ ഇതിങ്ങനെ നിൽക്കുന്നുണ്ടാവും, അതിന്റെ നെഞ്ചത്തൊരു അമ്പുണ്ടാവും, അതിന്റെ അടിയിൽ ഒരു കാശ് കൊടുക്കുന്നുണ്ടാവും. ഈ സാധനം കൊണ്ട് ബാങ്ക് സെറ്റ് ആയിട്ട് ആൾക്കാർ വരും. പറഞ്ഞ ദൈവം നിന്ന് എന്തായാലും ഒന്ന് സർജറി ചെയ്യാനാണോ? അതുപോലെ കൊണ്ടുവന്ന് വെക്കുന്നു, എല്ലാരും പൈസ ഇടുന്നു, ഒരു ഉണ്ണിയപ്പ സാധനം നേർച്ച അച്ചപ്പുണ്ടാവും, അത് കൊണ്ടുവന്ന് കഴിയുമ്പോ ഇവിടുന്ന് സെബാസ്റ്റ്യൻ പുണ്യാളിൽ ഇറങ്ങുമ്പോ താങ്കിനൊക്കെ ഒരു ബാൻഡ് സെറ്റിങ് ഭയങ്കര ഇഷ്ടമായില്ല. അത് ഞാൻ ഈയിടെ വിചാരിച്ചായിരുന്നു ഒരു കേസ്. ഒരു സ്ഥലത്തൊരു ഒരു പള്ളി, ഒരു കുരിശടി ഉണ്ട്, അവിടെ ഇങ്ങനെ മെഴുകുതിരി എത്തിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ളൊരു സാധനം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ശിവൻ്റെ ഒരു സാധനമുണ്ട് അതിനടുത്ത് തന്നെ. അവിടെ അത്ര തിരക്കില്ല. അപ്പോൾ ഞാൻ ഈ ശിവൻ അവിടെ പോയി ഒരു മെഴുകുതിരി എത്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുക്ക് വരുന്ന ആൾക്കാരെന്ന് അറുപത്തൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കും ബിസിനസ്സായില്ലേ, ചിന്തിക്കൂലി വരുന്നു. ഭീമാപ്പള്ളി കേട്ടിട്ടുണ്ട് തിരുവനന്തപുരം, കടുവാപ്പള്ളി, അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് സാധനമാണ്. പക്ഷെ അത്ര പോപ്പുലർ ഭീമാപ്പള്ളി. എനിക്കൊന്ന് കുറച്ചുകൂടെ ബിസിനസ് ഏരിയ കൂടെ ആയതുകൊണ്ടാണ് ഭീമാപ്പള്ളി CD ഒക്കെ കിട്ടുന്ന അതാ അവിടെ ഈ പറഞ്ഞ പള്ളി മറ്റേ റിലീജിയസ് പോപ്പുലർ ആണ്. അതുപോലെ കടുവാപ്പള്ളി എന്ന സ്ഥലമുണ്ട്. ഈ കടുവാപ്പള്ളിയുടെ ഓപ്പോസിറ്റ് ശിവന്റെ അമ്പലമുണ്ട്. 2 ഈക്വലി പോപ്പുലർ ആണ്. ഞാൻ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആൾക്കാരെ വണ്ടി പോകുമ്പോഴേ അതെ, വണ്ടി പോകുമ്പോ നമ്മള് കോയിൻ എറിയുന്ന ഒരു അമ്പലം ഉണ്ടല്ലോ, അത് തിരുവനന്തപുരത്തിന്റെ അടുത്തുള്ള ഒരു സ്ഥലമല്ലേ. നമ്മള് ബേസിക്കലി ബസ്സിൽ പോകുമ്പോ നമ്മള് കോയിൻ എടുത്തെറിയും, ബസ്സിൽ നിന്ന് തന്നെ. അതിങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങോട്ട് ഞാൻ നോക്കുമ്പോ ഇങ്ങോട്ടൊരു പൈസ, അങ്ങോട്ടൊരു പൈസ, 2 സൈഡിലേക്കും പൈസ എറിയും. നിങ്ങൾ എന്തിനാണ് കടുവാപ്പള്ളിനെ പറ്റി പറഞ്ഞത്? നീ എന്തിനാ നമ്മൾ എന്തിനാ എപ്പിസോഡ് ചെയ്തത്? നീ മറ്റേ ശിവനമ്പലത്തിന് ഇതില്ലെന്ന് പറഞ്ഞത്, പോപ്പുലാരിറ്റി ഇല്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് അത് എവിടുത്തെ കാര്യം. ഞാൻ ഒരു ബാലൻസ് ആയിക്കോട്ടെ നിർത്താം. പുള്ളി മറ്റേ സെബാസ്റ്റ്യൻ പുണ്യാളിന്റെ കാര്യം പറഞ്ഞു. ഓണം അങ്ങനെയാണ്, നമ്മളങ്ങനെ ജാതി മതഭേദമന്യേ എല്ലാ ആൾക്കാരെയും ഒന്നിച്ചുകൊണ്ട്. ഇനി എനിക്കത് വേണ്ട, എനിക്ക് കണ്ടീസൊക്കെ ഓ സ്പൂണും ഇതല്ലേ കൊണ്ടുപോയി ശരിക്കും അത് ആസ്വദിച്ച് കുടിച്ചു വരികയായിരുന്നു. ശരിക്കും നല്ല വയസ്സായിരുന്നു. നല്ല വയസ്സൊന്നല്ലായിരുന്നു, കുഴപ്പമില്ല. ഉപ്പുമാവ് വെച്ചായിരുന്നു, സൂപ്പർ ഉപ്പുമാവ്. അത് ഞാനല്ല, സാധാ ഉണ്ടാക്കിയ. രാവിലെ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വന്നായിരുന്നല്ലോ ഓണത്തില്. അത് വെറുതെ ഇറങ്ങി സാധനം ഒപ്പിക്കാൻ. പിന്നെ വേറെ എന്തുണ്ട് സുഖം? നിങ്ങൾ ഈ ആനഹരി എന്ന് കേട്ടിട്ടുണ്ട്? ഹരിയാന കേട്ടിട്ടുണ്ട്. അത് കിടിലൻ കൗണ്ടർ, കിട്ടില്ല സാധനം. അവരിങ്ങനെ പൊങ്ങച്ച പറഞ്ഞിട്ട് പൊങ്ങച്ചല്ല ആണോ? കേട്ട് മടുത്തിട്ട് ഇല്ല ഞാൻ ഹരിയാന കേട്ടിട്ടുണ്ട്. അതെങ്ങനെ ഇരുന്നാണ് അല്ലേ? അടിപൊളി സാധനം.
ഉള്ളായിരുന്നു. നമ്മൾ ഇന്നലെ ഒരു ക്രൗഡ് വർക്ക് ഷോ ചെയ്തിരുന്നല്ലേ, അപ്പൊ അതിൽ നമ്മൾ ആൾക്കാരോട് ചോദിച്ചു ഓണം സത്യത്തിൽ നമുക്ക് മാത്രമല്ല ആർക്കും ഓണത്തിന് അവളെ ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോ അവൾ ഒരു വല്ലാത്ത ബ്ലാങ്ക് ഷോയിൽ. ആൾക്കാരിങ്ങനെ പണ്ട് തൊട്ടേ പറയാതില്ല, വന്നോണം നിന്നോണം തിന്നോണം പൊക്കോണം ഇതാണ് ഓണം എന്നൊക്കെ ഷാപ്പിൽ പോണം ഫോർവേഡ് മെസ്സേജ് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടും ചോദിക്കാം അല്ലേ, അത് നല്ലൊരു സംഭവമായിരിക്കും. അതായത് നമ്മൾ ഇന്നലെ ചെയ്ത കേസ് എന്ന് വെച്ചാൽ ഒരു ഇടയ്ക്കത്തെ ഒരു ചെറിയ പോർഷൻ ചെയ്തതെന്ന് വെച്ചാൽ ഇതുപോലെ ഈ എല്ലാവരും യൂസ് ചെയ്യുന്നൊരു സാധനമാണ് വന്നോണം നിന്നോണം പൊക്കോണം തിന്നോണം. അങ്ങനെ ഇപ്പം മാർക്കറ്റിങ്ങിന് ഇതുപോലെ ഇപ്പോഴും അല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. നന്നായിട്ട് നോക്കി തിരഞ്ഞെടുത്തോണം, തിമിർത്തോണം, മാസോണം, എല്ലാത്തിനും അറ്റത്തോ ആ ഓണം ഇടുവാണെങ്കിൽ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പം നമ്മുടെ ലൈഫ് നോക്കുകയാണെങ്കിൽ ജനിച്ചോണം, തുടക്കത്തിൽ ജനിച്ചോണം, എൻഡിൽ മരിച്ചോണം ആണെങ്കിൽ ഇതിന്റെ ഇടയിൽ വേറെ എന്തോ ഓണമാണ് നിങ്ങൾ ചേർക്കുക? ചോദ്യമാണ്. അതായത് അൾട്ടിമേറ്റ്ലി നമ്മുടെ ഒരു സ്വഭാവം വെച്ച് എന്താണെന്നുള്ളത്, നിങ്ങളുടെ ജീവിതത്തിന്റെ ഫിലോസഫി എന്താണ്? ജനിച്ചോണത്തിന്റെയും മരിച്ചോണത്തിന്റെയും നടുക്കുള്ള ഓണം എന്താണ് നിങ്ങളുടെ ഒരു എക്സാമ്പിൾ പറയാം. ജോൺജോ ആണെങ്കിൽ നടുക്കുന്ന ചേർക്കും സുഖിച്ചോണം. അത് ഞാൻ ഇന്നലെ ചേർത്തതാ. അതെനിക്ക് ഇന്നെടുത്ത് ചേർത്തൂടെ? ഉറങ്ങിക്കോണം. ജനിച്ചോണം, ഉറങ്ങിക്കോണം, മരിച്ചോണം. ഓക്കെ, അതുപോലെ അതായത് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം കൊണച്ചോണം, ജനിച്ചോണം, കൊണച്ചോണം, മരിച്ചോണം. അനീസൊക്കെ ജനിച്ചോണം, കളിച്ചോണം, മരിച്ചോണം. നീയോ? ഞാൻ ജനിച്ചോണം, ചിന്തിച്ചോണം, മരിച്ചോണം. എങ്ങനെ ചിന്തിച്ച് മരിച്ചോണം അല്ലേ? പ്രവർത്തിച്ചോണം ഇല്ലല്ലേ? ഇല്ലല്ല, പ്രവർത്തിച്ചോണം ഏറ്റവും കുറവ്. ചിന്തിച്ചോണം, പഠിച്ചോണം, ചിന്തിച്ചോണം, പറ്റിച്ചോണം. നമ്മള് സബ്സ്ക്രൈബ് ചെയ്തോണം. അതെ, ഈ ഓണത്തിന് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നിങ്ങൾ എന്താണ് ജനിച്ചോണം, ഡാഷ് ഓണം, മരിച്ചോണം? നമ്മൾ ചിലപ്പോൾ മറ്റേ ടിപ്പിക്കൽ നായർ രണ്ടാണെന്ന് അറിയത്തില്ല, നമ്മൾ തിരുവോണം കഴിഞ്ഞ നെക്സ്റ്റ് ഡേ തിരുവോണത്തിന്റെ മറ്റേ റിമൈനിങ്സ് കഴിക്കണം എന്നുള്ളൊരു സാധനമുണ്ട്. അതായത് ഇച്ചിരി അവിയൽ സാമ്പാറിനൊക്കെ വളിച്ചാലും ഒരു പുള്ളി എല്ലാ ദിവസവും കഴിക്കുന്നുണ്ടല്ലോ, പുള്ളിക്ക് അങ്ങനെ നോക്കി എന്നും ഓണമാണ്, എന്നും തിന്നോണം അല്ലേ. അപ്പം അവിടെ ഈ പറഞ്ഞ സാമ്പാറിന് അതാനീസൊക്കെ റിലേറ്റഡ് ആയിരിക്കും. കുറച്ച് വളിച്ചാലും സാമ്പാറിന് ഒരു വേറെ ടേസ്റ്റ് കിട്ടും. സാമ്പാർ ചീത്ത അമ്മ ചീത്ത സാമ്പാറിന് മാതിരി മറ്റേ അമൃത് കഴിച്ചാൽ ദേവനെ പോലെ മരിക്കില്ല. സാമ്പാർ, മീൻകറി ഇതൊന്നും ചീത്തയാവില്ല. അത് അനീസൊക്കെ ഒന്നും ചീത്തയാവാറില്ല. അതല്ലേ ബ്രെഡും സാമ്പാർ ചീത്തയാവേ. കഴിഞ്ഞ ദിവസം നമ്മുടെ വെള്ളവടി കഥക്കകത്ത് അനീസിക കുടിക്കുന്നത് അനീസികക്ക് ഇതിലൊന്നല്ലേ കേക്ക്, അനീസികക്ക് പൂത്ത പൂട്ടില്ല കേൾക്കുന്നത്. അതൊരുത്തന് അത് നമ്മൾ അന്ന് ആദ്യം പറഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അനീസിക്ക അല്ല അതിന് എൻ്റെ ഒരു കൂട്ടുകാരൻ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് 12 മണിക്ക് മുന്നേ കൃത്യം ബ്രെഡ് കഴിച്ച് തീർക്കണ ഒരുത്തനുണ്ടെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു അവനോടത് ഗീവ് അവേ ഇടാൻ പറഞ്ഞു, അനീസൊക്കെ മേടിച്ച് കഴിച്ചോളൂ. ഈ സദ്യ ഇപ്പൊ ഇൻസ്റ്റന്റ് ആക്കിയതിന് കാരണം ആൾക്കാര് പണ്ട് ഒരുമിച്ച് കൂട്ടം, ആൾക്കാരുടെ ഒരുമിച്ച് കൂടാനുള്ള സമയം ഓണം. തറവാട്ടിലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അതായത് അമ്മയുടെ അനിയത്തിമാര്, സഹോദരങ്ങള്, കൊച്ചച്ഛൻ, ചിറ്റപ്പൻ, അങ്ങനെ എല്ലാരും ഒരുമിച്ച് എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം. അപ്പൊ ഒരു 40 കറി ഉണ്ടാക്കുന്ന 40 കൂട്ടം സാധനം ഉണ്ടാക്കുക പ്രശ്നമുള്ള കാര്യം. കുറെ ആൾക്കാർ തേങ്ങ, എനിക്ക് തോന്നുന്നു ശരിക്കും സദ്യയുടെ ആ ഒരു മെയിൻ വൈബ് എല്ലാവരും കൂടെ ചേർന്നത് ഉണ്ടാക്കണം. നഷ്ടപ്പെട്ടു. ഒരാൾ ഒറ്റയ്ക്ക് അത്ര ഉണ്ടാക്കുമ്പോൾ പണ്ട് ഞാൻ അതുകൊണ്ട് പറഞ്ഞ കേട്ടോ, ആൾക്കാരെല്ലാം ഒരുമിച്ച് വീട്ടിൽ കൂടി എല്ലാവരും എന്റെ വീട്ടിൽ ഇല്ല, എന്റെ വീട്ടിൽ ഇപ്പോഴത്തെ ഫാസ്റ്റ് മൂവിംഗ് വേൾഡിൽ ഭയങ്കര പാടാണ്. സത്യം പറഞ്ഞെങ്കിൽ നമ്മുടെ വലിയ കുഴപ്പമില്ല, ഇച്ചിരി അകന്ന ബന്ധുക്കൾ, ഇച്ചിരി പ്രായമുള്ളവരൊക്കെ മരിക്കണമൊക്കെ ഇഷ്ടമായിരുന്നു. കാരണം നമ്മളിങ്ങനെ സഞ്ചയനത്തിന് തലേദിവസം ഇതുപോലെ ആ വീട്ടിലെൻ്റെ അവിടെ ആ പന്തലിട്ട് ഒരു പാചകക്കാരൊക്കെ വന്ന് എല്ലാവരും കൂടെ കേട്ട് ഭയങ്കര രസമല്ലേ രാത്രിയിലൊക്കെ. ആ ഒരു ടർപ്പോൾ മറ്റേ അതിന് നമ്മളവിടെ പടുതെന്നാ നമ്മൾ പടുതാന്നാ പറയണത്, നീലപ്പടുതൊക്കെ വിരിച്ചിട്ട്. അപ്പോൾ വേറൊരു മൊത്തത്തിൽ വേറൊരു ലൈറ്റും നമ്മൾ എന്നും കാണുന്ന ഒരു ആംബിയൻസ് ആയിരിക്കുമല്ലോ, ആൾക്കാരും വർത്താനവും പരിപാടിയും രസവും ഓളവും എല്ലാം. ഏതൊരു ഫേമസ് റൈറ്ററിന്റെ നോവലിന്റെ സ്റ്റാർട്ടിങ്ങിലുണ്ട്, അതായത് ആരുടെ വീട്ടിൽ മരിച്ചപ്പം മറ്റേ പെട്രോമാക്സ് വിളക്ക് കൊണ്ടുവന്നു വേണ്ടതിന്. അപ്പൊ പുള്ളിക്കാരൻ എപ്പോഴും വീട്ടിൽ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെന്താ അത് കൊണ്ടുവരാത്തത്, നമ്മുടെ വീട്ടിലെന്താ ആരും മരിക്കാത്തെന്ന് ചോദിച്ച് പുള്ളിക്കാരെ വഴക്കുണ്ടാക്കുമെന്ന് അയാളെ റൈറ്റിംഗ് ചെയ്യുന്നു. ആരുടെ ബുക്ക് ഇത് വേറൊരു എൻ്റെ അപ്പനങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കഥയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ആരാണ്ട് ഒരാള് ഈ പറഞ്ഞ പോലെ ഒരുത്തൻ്റെ അപ്പം മരിച്ചു. അപ്പം മരിച്ചു. അപ്പൊ അവിടെ ഈ കൊടയും കുരിശും സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നില്ല. അപ്പൊ പിള്ളേരല്ലേ ഇപ്പുറത്തെ വീട്ടിൽ ഒരുത്തൻ അതും ഇങ്ങനെ തൊടാനും പിടിക്കാനും ഇവന്റെ വീട്ടിൽ കൊണ്ടുവന്നു. പോടാ അതുമ്പോ തൊടല്ലടാ. അവസാനം എന്റെ അപ്പനും മരിക്കൂട്ടറാ. അപ്പൊ ശരിയാക്കി തരാം. പിള്ളേർക്ക് അതുപോലെ ദേവനാണെങ്കിൽ
പരിപാടി ഭയങ്കര കളറാണ്. ആ എനിക്കും എന്ന് വെച്ചാൽ എനിക്ക് എന്താ അറിയത്തില്ല, എല്ലാവരും കൂടെ ഉള്ളത് ഭയങ്കര. എനിക്ക് രസവട ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോ എവിടുന്നാ സഞ്ചയനത്തിന് തരും രസവട. നമുക്ക് അറിയത്തില്ല. ഇതൊക്കെ രസമാടാന്നാ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. സഞ്ജയൻ അല്ല എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും എൻ്റെ അച്ഛൻ അമ്മൂമ്മ മരിച്ചിട്ട് സഞ്ജയനത്തിന് വട ഭയങ്കരമായിട്ട് ബാക്കി വന്നിട്ട് നമ്മളിങ്ങനെ വട പിന്നെ അവല് വിളയിച്ചത് അങ്ങനത്തെ സാധനങ്ങൾ വിചാരിച്ചത്ര പോപ്പുലർ അല്ല ആൾക്ക് വന്നില്ല എന്നുള്ള അല്ല നമ്മളത് എപ്പോഴും വ്യൂസ് കുറവായിരുന്നു. അല്ല നമ്മൾ ഫുഡിന്റെ കാര്യത്തിൽ എപ്പോഴും കുറച്ച് കൂടുതൽ കൊടുക്കണം എന്നുള്ള സാധനമുണ്ട്. എന്നിട്ട് സഞ്ചയനത്തിന് വട അത് മറ്റേ വട ബാക്കി വന്നിട്ട് അച്ഛൻ ഇത് ഈ പറഞ്ഞ പോലെ മറ്റേ അന്ന് അവിട്ടമല്ലായിരുന്നു, പക്ഷെ അച്ഛൻ തലേദിവസത്തെ കഴിച്ച് മറ്റേ നീഗരോടൊക്കെ പോലെ ചുണ്ടുങ്ങനെ ഇരിക്കുവായിരുന്നു 2 ദിവസത്തേക്ക് എണ്ണ സീനായിട്ട്. അമ്മയുടെ ആത്മാവിന് ഇന്ത്യശാന്തി കിട്ടണമെങ്കിൽ വട മൊത്തം തീരണം. അയ്യോ ഇതെങ്ങനെ കൊണ്ട് തീർക്കും. സഞ്ചയനത്തിലെത്തിയല്ലേ ഇനി അടിയന്തരം നിർത്തായത്. നമ്മുടെ ഇന്നത്തെ ഇൻസ്റ്റന്റ് ഓണത്തിന്റെ കാരണം ആൾക്കാർക്ക് ഭയങ്കര സമയം കുറവായതുകൊണ്ട് മടി, സമയം കുറവ്, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. ഒറ്റയ്ക്ക് തന്നെ ഒരാള് ഇപ്പൊ ഞാനിപ്പോ പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവര് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അല്ല ഇവർ രണ്ടുപേരും ഇപ്പൊ ഒരു സെപ്പറേറ്റ് മാറി നിൽക്കുകയാണല്ലോ. ഇപ്പം അത് അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടാക്കുന്ന ഒരു ലിമിറ്റേഷൻ അല്ല. അങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കാൻ ഏറ്റവും രസം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയിട്ട്. ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് എല്ലാ ഡിഷും ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ. സോറി ഇവര് പഴയ ആൾക്കാരാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ഇങ്ങനെ ജനറേഷൻ മാറി മാറി വരുമ്പോൾ ഇപ്പൊ ഞാൻ ഒരു കല്യാണം കഴിച്ച് നമ്മളൊരു ഫാമിലി ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ഇത്രയും സദ്യ പരിപാടി നടക്കുന്നുള്ള. കാരണം ഞാൻ കല്യാണം കഴിക്കാൻ പോകണം ആക്കം ചിലപ്പോൾ അത്ര ഉണ്ടാക്കാൻ അറിയത്തില്ലായിരിക്കും. എനിക്കും ഈ പറഞ്ഞ ഇത്ര ഭയങ്കര അവിയലോ സാധനങ്ങളോ അങ്ങനെയുള്ള പരിപാടി അറിയത്തില്ല. അപ്പം നീ പേടിക്കണം, നിന്റെ ഒരു രീതി വെച്ച് നീ ജനിച്ചോണം, തനിച്ചോണം, മരിച്ചോണം ഇപ്പൊ കൊണച്ചോണം പുള്ളിക്ക് കൊടുക്കുക അല്ലേ? അല്ലടാ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന സാധനം ഉണ്ടാക്കിയ പോലെ. അല്ല ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് ഇൻസ്റ്റന്റിലോട്ട് പോണേന്നാ പറഞ്ഞേ. പൈസ ഓണത്തല്ല് നടക്കൂടെ ഞാൻ പറഞ്ഞ കരിക്കീടെ പിടിക്കണം. അതല്ല, ആ ഹാർവെസ്റ്റ് എന്നുള്ള സംഭവം ഇല്ലെങ്കിൽ ആൾക്കാർക്ക് ഇപ്പൊ കുറച്ചുകൂടെ പൈസയുണ്ട്, ഓണം ബോണസ് ഉണ്ട്. അപ്പൊ ആൾക്കാർ അത് എന്നാ പിന്നെ പർച്ചേസ് ചെയ്തേക്കാം. സാധനം വാങ്ങിച്ച് 500 രൂപ കൂടുതലാവുമായിരിക്കും, പോട്ടെ എന്ന് വിചാരിച്ച ആൾക്കാർ അതിലേക്ക് പോകും. പോട്ടെ പോണവര് പോട്ടെ. നമുക്ക് ആ സദ്യ ഓർഡർ ചെയ്തിട്ട് കഴിക്കാൻ അല്ലേ? ഓണസദ്യ നമുക്കാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടിയാണ് സദ്യ കിട്ടാൻ നല്ലൊരു സെറ്റ് ആവും. നമ്മൾ ആക്ച്വലി ഇന്നത്തെ എപ്പിസോഡ് ഞാൻ പറഞ്ഞ ഐഡിയ ആണ് നമ്മൾ ഒരുമിച്ച് സദ്യ ഉണ്ടാക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡ് ചെയ്യാമെന്നുള്ള. നമ്മൾ അതിന്റെ ക്യാമറയുടെ മുന്നിൽ നമ്മളുടെ ബിഹേവിയറും അതിന്റെ രീതികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ടെക്നിക്കൽ ബുദ്ധിമുട്ടുകൾ കാരണമാണ് നമ്മുടെ ആ സ്ഥലത്ത് അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ. ഒന്ന് നമ്മുടെ കിച്ചൺ എപ്പോഴും നമ്മൾ അങ്ങോട്ട് ഫേസ് ചെയ്താൽ നിൽക്കേണ്ടി പോട്ടെ. അത് വീടിന് മൊത്തം ചെരിവുണ്ട്. ഒരു സൈഡിൽ കിടന്ന അപ്പുറത്ത് കാലത്ത് ഹോളി കിടന്ന അല്ല രാത്രി ഹോളി കിടന്ന കാലത്ത് അങ്ങനത്തെ ഒരു വീടാണ്. പല സ്ഥലങ്ങളിലെ പല ആചാരങ്ങളും പല രീതികളാണ്. എനിക്ക് ചില ഈ അവിയലിൽ അണ്ടിപ്പരിപ്പിടുന്ന എനിക്ക് ഭയങ്കര അവിയലില് സദ്യ ഇടാറുണ്ട്. കുറെ സദ്യക്കാർ കുറെ ട്രിക്ക് ചെയ്യാറുണ്ട്. നമ്മുടെ ഞാൻ ഈ പറഞ്ഞ സഞ്ജയനും സ്റ്റോറീസിനകത്തുണ്ട്. ഞാൻ ഈ പാചകപ്പേരെ കറങ്ങിയാണ്. ഇതൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് വൈബ് എന്ന് വെച്ചാൽ ആ വൈബ് ഇഷ്ടമായതുകൊണ്ട് അച്ഛനും എല്ലാവരും കൂടെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ കാണാറുണ്ട്. അവർ ഈ മറ്റേ ചായയൊക്കെ സ്പെഷ്യലാക്കാൻ വേണ്ടി ചായക്കകത്ത് മറ്റേ പാർലേജിയുടെ ബിസ്ക്കറ്റ് മേടിച്ച് കലക്കാറൊക്കെ ഉണ്ട്. ആ ഒരു വേറൊരു സ്മെല്ലും. അതായത് ആൾക്കാർക്ക് കൊടുക്കുന്നത് ഈ ബിസ്ക്കറ്റ് കലക്കി ചായയാണ്. അപ്പൊ അതിനൊരു വേറൊരു സാധനം കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ കശുവണ്ടി ഇടുക അല്ല അല്ല ചില കാരണന്മാര് വിളമ്പുണ കൊടുത്തിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര പണിയാ. അച്ചാർ അവിടെ അല്ലല്ലോ ഈ തുമ്പത്തെ. അയ്യോ അതൊരു ഇതിനൊരു ഓർഡർ ഉണ്ട്, ഇട്ട് പോണേനൊരു ഓർഡർ ഉണ്ട്. അത് പ്രായമുള്ളവർ വന്നു കഴിഞ്ഞാൽ വിളമ്പണവര് പ്രാന്താക്കാൻ അത് മതി. എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? അതായത് ഒരു വൃത്തി ഇല കാണാൻ നമ്മളിങ്ങനെ വാരിയല്ലേ എടുക്കുന്നത് മാധവ. നമ്മളങ്ങനല്ലേ കഴിക്കുന്നത്? ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് കോക്ടെയിൽ അടിക്കുന്നത്. അല്ല ഇത് ശരിയാ. നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലും വിളമ്പ് കാരണവന്മാര് വന്നിട്ട് ഇതിന് പ്രസക്തി ഉണ്ടോന്നല്ല, ഇതിന് പ്രസക്തി ഇല്ലെങ്കിൽ കാരണവർക്ക് പ്രസക്തി ഇല്ല. മനസ്സിലായി? ആള് വലിയൊരു കാര്യമായിട്ട് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ വെച്ചിട്ടുള്ള ആളുടെ കയ്യിലുള്ള ആകെയുള്ള സ്കില്ല വാഴയില എങ്ങനെ കറി വിളമ്പാൻ. അപ്പൊ പിന്നെ ഇതിന് പ്രസക്തി ഇല്ലെങ്കിൽ ആൾക്ക് പിന്നെ എന്താ പ്രസക്തി? അതാണ് അതിന്റെ പ്രസക്തി. അപ്പൊ ഈ ഓണം എന്താണ് പരിപാടി? ഈ ഓണം എന്റെ പരിപാടി അജയന്റെ 2ാം വർഷം കാണണം. അത് ഓണത്തിനാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഓണം റിലീസ് ഏതാണ്? ഓണത്തിന് എന്റെ ഓർമ്മയിൽ കിടക്കുന്നത് കഴിഞ്ഞ വർഷം രാക്ഷസ രാജാവ്, രാക്ഷസ രാജ്ഞി 3 പടം റിലീസായത്. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഷക്കീലയുടെയും പടം ഒരുമിച്ച് റിലീസായത് ഓണം ഉണ്ടായത് 2000. എന്റെ 8ാം ക്ലാസ്. രാക്ഷസ രാജ്ഞി ഷക്കീലയുടെ പടം ഇറങ്ങി അന്ന് ഓണം ആയിരുന്നില്ല, അനിശയ്ക്ക് വേണം. 2001 ആയിരിക്കും.
രാക്ഷസ രാജാവ്, രാവണപ്രഭു, രാക്ഷസ രാജ്ഞി, ഈ മൂന്നോടാണ്. 8-ലൊക്കെ പഠിക്കുമ്പോഴല്ലേ? 8-ലൊക്കെ പഠിക്കും. അതൊന്ന് ബ്രില്യൻസ് നോക്കും. മമ്മൂട്ടിയുടെ രാക്ഷസ രാജാവും ഷക്കീലയുടെ രാക്ഷസ രാജ്ഞി. രാവണപ്രഭു രാവണപ്രഭു എന്ന് പറഞ്ഞ രാക്ഷസ രാജാവല്ലേ? ചുരുക്കം പറഞ്ഞാൽ അതെല്ലാം ഭയങ്കര ഇതായിട്ട് വരുന്നത്. എനിക്ക് അവർക്ക് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ പരുന്തും മറ്റേ ഇതും മാടമ്പി പണത്തിന് പോലെ. അതുപോലെ തന്നെയാണെങ്കിൽ മിസ്റ്റർ ബ്രഹ്മചാരിയും ക്രോണിക് ബാച്ചിൽ ഇറങ്ങിയ ഒരു വർഷമാണ്. അപ്പൊ അങ്ങനെ ഒരു സാധനം. രാക്ഷസ രാജ്ഞിയുടെ കഥ എന്തായിരുന്നു? അതിൽ കഥയൊന്നുമില്ല, ബേസിക്കലി കഥയൊന്നുമില്ല ഈ പടങ്ങൾക്കൊക്കെ. പക്ഷെ അന്ന് ഷക്കീലക്ക് ഭയങ്കര മാർക്കറ്റ് ഉണ്ടായിരുന്നു. മെയിൻ സ്ട്രീം റിലീസ് പോലെ ഷക്കീലിന്റെ ബി ക്ലാസ് സിനിമകൾ റിലീസ് ആവുന്ന ഓണം സ്പെഷ്യൽ അല്ലേ? പുള്ളിക്കാരി റീസെന്റ് വന്നപ്പോഴും പുള്ളിക്കാരി ഭയങ്കര പ്രൗഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു സമയത്ത് മലയാള സിനിമയിൽ ഞാൻ മേജർ റിലീസ് ചെയ്യുമായിരുന്നു എന്ന് പുള്ളിക്കാരി റീസെന്റ് ഹേമ കമ്മിറ്റി ഇഷ്യൂല് പുള്ളിക്കാരിയെ പ്രതികരിക്കാൻ വിളിച്ച പുള്ളിക്കാരി പറഞ്ഞ സാധനം അത് സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ എന്റെ പടങ്ങൾ റിലീസ് ആവുമായിരുന്നു. അത് ഭയങ്കര കഴിഞ്ഞ ഓണത്തിന് തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സംഭവം. കഴിഞ്ഞ ഓണത്തിന് ഇറങ്ങിയ RDX. കഴിഞ്ഞ ഓണമായിരുന്നു RDX. രാമചന്ദ്ര ബോസാൻകോയും പിന്നെ ഒരെണ്ണം വന്നായിരുന്നല്ലോ, ലിയോ. ആ സമയമല്ലേ വന്നിട്ടുള്ള ലിയോ ഓണം പിടിക്കില്ല അവര് വേറെ. എന്തായാലും അല്ല, ഈ ഓണത്തിന് അജയന്റെ 2ാം വർഷം, കിഷ്കിന്ദ കാണ്ഡം ആസിഫ് അലിയുടെ, ബാഡ് ബോയ്സ് ഒമർലുലുവിന്റെ. എനിക്ക് ഓണം വിന്നർ ഒമറിക്കയുടെ ബാഡ് ബോയ്സ് ആയിരിക്കും. അതിനകത്ത് സ്റ്റെല്ലാർ കാസ്റ്റ് ഉണ്ട്. സ്റ്റാർ ധ്യാൻ, റഹ്മാനിക്ക ഉണ്ട്, പിന്നെ മറ്റേ ലീഡ് റഹ്മാനാണ്, പിന്നെ മറ്റേ പിള്ളേർ മോഹൻലാൽ മമ്മൂട്ടി ബൈക്കൗട്ട് ചെയ്ത് പടം ആർക്കും ഇല്ല. ഓണം വെച്ചൊക്കെ ബറോസ് വരുമെന്ന് പറഞ്ഞാൽ അത് ഒക്ടോബറിലേക്ക് മാറ്റി. ആൻഡ് ബസൂക്കായി മിക്കവാറും ഒക്ടോബറിലേക്ക് മാറ്റും. നമ്മുടെ അലമ്പോണ എപ്പിസോഡ് നമുക്ക് തീർക്കാം. നമ്മുടെ കണ്ടിന്യൂസ്ലി വരാവുന്ന പ്രോഗ്രാംസ് ഞാൻ കൊടുത്ത് പ്ലഗ് ഇൻ ചെയ്യുന്ന നമ്മുടെ വെറൈറ്റി ഒരു വള്ളംകളി ഉണ്ട് കേട്ടോ. ഞാൻ ഇത്തവണ കാണാൻ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അതിൽ 1-2 തവണ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നിന്ന് കാണാനൊന്നും പറ്റിയിട്ടില്ല. സാധാരണ വള്ളങ്ങളിൽ നിന്നിട്ട് വലിയ ചുണ്ടൻ വള്ളങ്ങൾ വന്ന് ഇത്ര പേര് നിന്ന് പറയുന്ന സാധനങ്ങളാണ്. അല്ലാതെ സിംഗിള് റേസ് ഉണ്ട്, 2 പേരുടെ ടീമിൻ്റെ ഉണ്ട്. അല്ല, ഒരാൾ സിംഗിളുണ്ട്, പിന്നെ 2 പേരാന്ന് തോന്നുന്നുണ്ട്, പിന്നെ ഒരു 7 പേരുടെയോ പിന്നെ 14 പേരുടെ, അങ്ങനെ ചെറിയ സാധനങ്ങളുടെ കോമ്പറ്റീഷൻ ഉണ്ട് അവിടെ ഒരു സ്ഥലത്ത് അടുത്ത്. സംഭവം നമ്മള് പ്ലഗ് ഇൻ ചെയ്യുന്ന പ്രോഗ്രാംസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്രൗഡ് വർക്ക് ഷോ ചെയ്യുന്നുണ്ട്. കൊച്ചി പനമ്പള്ളി നഗറിൽ കോമൺസ് വെന്യൂര് സാറ്റർഡേസിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻഡിവിജ്വൽ സ്പെഷ്യൽസ് നമ്മൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ A4 അനീസ്, അതുപോലെ തന്നെ ജോണിൻ്റെ സ്പെഷ്യൽ ഉടനെ വരും, മഹാദേവൻ്റെ സ്പെഷ്യൽ ചെയ്യും, ദീപകിൻ്റെ സ്പെഷ്യൽ ഓൾറെഡി റണ്ണിങ്ങിലാണ്. ആൻഡ് നമ്മൾ ട്രിവാൻഡ്രം ഷോ വീണ്ടും കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം നമ്മൾ ഈ സമയത്താണ് ചെയ്തത്. അതെ, കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമ്മൾ സെപ്റ്റംബർ 11 ദീപുവിൻ്റെ മുടങ്ങിയ കല്യാണത്തിൻ്റെ ഷോ ചെയ്തു. ഈ വർഷം 1 year കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒക്ടോബർ ഫസ്റ്റ് വീക്കിലും ട്രിവാൻഡ്രത്ത് 2-3 ഷോ ഉണ്ടാവും. ഒക്ടോബർ ലാസ്റ്റിൽ ബാംഗ്ലൂർ. നമ്മുടെ ഫോളോവേഴ്സ് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ബാംഗ്ലൂർ വരുന്നില്ല, ട്രിവാൻഡ്രം വരുന്നില്ല. നമ്മൾ ഒക്ടോബർ 19-ഉം 20-ഉം ആയിരിക്കും കോറമാൻഗലയും വൈറ്റ് ഫീൽഡുമായിട്ട് ചെയ്യുന്നത് 2 ഷോസ്. ഒക്ടോബർ 19 വൈറ്റ് ഫീൽഡില്, ഒക്ടോബർ 20 കോറമംഗലയില്. കോമഡി ഗാരേജിലും മിനിസ്ട്രി ഓഫ് കോമഡിയിലും 2 വെന്യൂലായിട്ട്. നമ്മളൊന്നുകൂടെ വിറ്റ് ഓണമല്ലേ, വിറ്റ് ഓണം. സോ നിങ്ങളുടെ ഷോസ് വരാനുള്ളത് നമ്മുടെ ഫോളോ ചെയ്യുക, വരിക. വിറ്റ് ഓൺ ആവുന്നുണ്ട് ഈ ഓണത്തോടുകൂടി. സോ അതെ, ഒക്ടോബറിൽ 2 സിറ്റി അല്ലേ? കൊള്ളാം. അല്ല, ഒക്ടോബർ ചിലപ്പോൾ ദുബായ് ചിലപ്പോൾ കിട്ടും. ആർക്ക്? ദുബായി നമുക്കൊരു കൊളാബറേഷൻ വന്നിട്ടുണ്ട്. അതൊരു കണ്ടിന്യൂ ചെയ്തുകൊണ്ടൊരു പരിപാടിയായിട്ട്. ആദ്യം ജോൺ ചേട്ടനെ വെച്ച് തുടങ്ങും. അപ്പം നമുക്ക് ഓണം പരിപാടിയിലേക്ക് പോവാം. എണ്ണയുണ്ട്, ഷിറോ ഷിറോ എന്നാ കേട്ടത്. അപ്പം ബിറ്റ് ഓണം സീസൺ സ്നാക്സ്. അയ്യോ, നമ്മള് ഹാപ്പി ഓണം പറഞ്ഞില്ലോ സബ്സ്ക്രൈബേഴ്സിന്. കട്ട് ചെയ്താ നമ്മുടെ എല്ലാ ഫോളോവേഴ്സിനും വിറ്റിന്റെ ഭാഗമായിട്ടുള്ള ഹാപ്പി ഓണം. ഹാപ്പി ഓണം.